ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താരാ കല്യാൺ ഫാമിലി. നമുക്കറിയാം, താരാ കല്യാൺ മകള് സൗഭാഗ്യ വെങ്കടേഷ്, സൗഭാഗ്യയുടെ ഹസ്ബൻഡ് അർജുൻ സോമശേഖരൻ. അപ്പൊ ഇവരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിനെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, താരാ കല്യാണിനും ഉണ്ട്, സൗഭാഗ്യക്കും ഉണ്ട്. അതിലൂടെ നമ്മൾ അവരുടെ വിശേഷങ്ങളൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓരോ ചെറിയ ചെറിയ വിവാദങ്ങൾ പോയി പെടാറുണ്ട്. എന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദങ്ങളല്ല. ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ അതിലെ ചില സീനുകളൊക്കെ ദഹിക്കാത്ത ആളുകൾ അവരെ ജഡ്ജ് ചെയ്യുക, അവരുടെ വീഡിയോസിന്റെ ഇടയിൽ മോശമായിട്ട് കമന്റ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് വിവാദങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ഉണ്ടായ ഒരു വിവാദത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ഈയിടെ അവരുടേതായിട്ട് യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള റീൽസ്. അപ്പൊ ഈ റീൽസ് എന്ന് പറഞ്ഞാല് താരാ കല്യാണും മോള് സൗഭാഗ്യയും കൂടെ ഡാൻസ് വേഷത്തിൽ നിൽക്കുന്നു. സൗഭാഗ്യയുടെ ഹസ്ബൻഡ് അർജുൻ എന്തോ ഒരു തമാശ പറഞ്ഞിട്ട് താരാ കല്യാണിന്റെ കവിളില് സ്നേഹപൂർവ്വം കടിക്കുന്നു. താരാ കല്യാണിനെ കെട്ടിപ്പിടിക്കുന്നു, കടിക്കുന്നു. വീഡിയോ കണ്ട ആളുകൾ അതിനിടയിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു മരുമകൻ അമ്മായിമ്മയെ ഇങ്ങനെ കടിക്കുവോ, ഇതൊക്കെ സദാചാരത്തിന് നിരക്കുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ അവർ ഈ പുറമെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവരുടെ വീടിനുള്ളവരെന്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക എന്നൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള വൾഗറായിട്ടുള്ള കമന്റാണ് അതിന്റെ അടിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, ആദ്യമായിട്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഇവരെ കാണാത്ത ആളുകൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ സീൻ കാണുമ്പോൾ ഇട്ടുപോകുന്ന ഒരു കമന്റ് എന്നേ അതിന് വില വെക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ അവരെ കൃത്യമായിട്ട് കാണുന്ന ഒരാളുകളാണെങ്കിൽ ആ ഫാമിലിനെ കുറിച്ച് അവരൊരിക്കലും അങ്ങനെ ഒരു കമന്റ് ഇടില്ല എന്നാണ് എന്റെ വിശ്വാസം. അവരെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് അവരെ കുറിച്ച് അങ്ങനെ പറയാൻ തോന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ താരാ കല്യാണിന്റെ ഹസ്ബൻഡിനെ നമുക്കറിയാം, സിനിമ സീരിയൽ നടനായിരുന്ന രാജാറാം ആയിരുന്നു താരാ കല്യാണിന്റെ ഹസ്ബൻഡ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ അമ്മ, താരാ കല്യാണിന്റെ അമ്മ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ മലയാള സിനിമയുടെ ഒരു മുത്തശ്ശിമുഖം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സുബലക്ഷ്മി എന്ന സുബലക്ഷ്മി അമ്മ. അപ്പൊ അവരൊക്കെയാണ് ആ ഫാമിലി. നമുക്കൊക്കെ ചിരപരിചിതരായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കുടുംബം. താരാ കല്യാണിന്റെ മകൾ സൗഭാഗ്യന്റെ ആദ്യ കാലത്തൊക്കെ സൗഭാഗ്യ ടിക്ടോക്ക് ആണോ അറിയില്ല, ഡബ് സ്മാഷ് ആണോ എന്നറിയില്ല, ഡബ് സ്മാഷ് ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിലൂടെ വീഡിയോ ചെയ്തിട്ടാണ് സൗഭാഗ്യ ഈ രംഗത്തേക്ക് നമുക്കൊക്കെ ഒരു പരിചിതമാവുന്ന മുഖത്തിലേക്ക് വരുന്നത്. നല്ലതായിട്ട് അഭിനയിക്കുന്ന, നല്ലതായിട്ട് കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സൗഭാഗ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗഭാഗ്യയുടെ വിവാഹം കഴിയുന്നത്. സൗഭാഗ്യ അർജുൻ സോമശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിവാഹം കഴിക്കുന്നത്. ഈ അർജുൻ സോമശേഖരൻ താരാ കല്യാണ് വളരെ വർഷങ്ങളായിട്ട് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന താരാ കല്യാണിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അർജുൻ സോമശേഖരൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ആ വിവാഹം നടക്കുന്നു. ഈ വിവാഹം താരാ കല്യാൺ ഒറ്റയ്ക്കാണ് നടത്തുന്നത്. താരാ കല്യാണിന്റെ ഹസ്ബൻഡ് രാജാറാം അതിന് കുറച്ചു മുൻപ് മരിച്ചുപോയി. അദ്ദേഹത്തിന് ഡെങ്കു എന്തോ വന്നിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കേണ്ടായത്. അപ്പോൾ അതിനുശേഷം താരാ കല്യാണാണ് ഈ വിവാഹം ഒറ്റയ്ക്ക് നിന്നിട്ട് നടത്തുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഈ വിവാഹം. അപ്പോൾ ഇവര് നേരത്തെ പരിചയമുള്ളത് കൊണ്ട്, ഇവര് സ്റ്റുഡന്റ് ആണ് അർജുൻ എന്ന് പറയുന്നത്. അപ്പൊ അർജുനെ ഇവര് കുട്ടിക്കാലം മുതലേ മകനെ പോലെ നോക്കിയിട്ടുള്ളൊരു കുട്ടിയായതുകൊണ്ട് അവർ ആ വിവാഹത്തിന് വളരെ അത്രയും പരിചയമുള്ള വീട്ടിലത്തെ ഒരു മെമ്പറെ പോലെയാണ് അർജുനും താരാ കല്യാണും പെരുമാറുന്നത്. അപ്പൊ പൊതുവെ പുറമേന്ന് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി, ആ മരുമകനാവാൻ പോകുന്ന വ്യക്തി, അവർ തമ്മിൽ പരിചയമുണ്ട്, അങ്ങനെയൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് കാണുന്ന വ്യക്തി ഇവര് അടുത്ത് ഇടപഴകുന്ന കാണുമ്പോൾ വളരെ മോശം കമന്റുകളാണ് അന്ന് അതിനടിയിൽ വന്നത്. അപ്പോൾ അർജുൻ വിവാഹം കഴിക്കുമ്പോൾ അർജുൻ ഇങ്ങനെ വളരെ നമുക്ക് പറയാൻ പോലും വിഷമം തോന്നുന്ന കമന്റുകളാണ്. അർജുൻ വിവാഹം കഴിക്കുന്നതോടുകൂടെ അമ്മയും കിട്ടും മകളെയും കിട്ടും എന്നൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അതിനടിയിൽ അന്ന് വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം താരാ കല്യാൺ വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈവിൽ വന്നിട്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, അർജുൻ എൻ്റെ സ്വന്തം മകനെ പോലെയാണ്, ഞാൻ കുട്ടിക്കാലം മുതൽ ഡാൻസ് പഠിപ്പിച്ചു നോക്കി വളർത്തി എന്റെ കണ്ണുമുന്നിൽ വളർന്നു വന്നൊരു പയ്യനാണ് അർജുൻ എന്ന് പറയുന്നത്, ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനെയാണോ നിങ്ങളിങ്ങനെ സംശയിക്കണേന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ട് അവരൊരു ലൈവ് ചെയ്യണ്ടായി അന്ന്. അപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നമ്മൾ ഇവരെ കാണുന്ന കാലം മുതലേ ഇവർ ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഹരാസ്മെന്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീടും ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ വിവാദങ്ങളിലൊക്കെ ഇവർ പോയി പെടാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴൊക്കെ അങ്ങനെ വിവാദങ്ങളിൽ അങ്ങനെയൊക്കെ പെടാറുണ്ട്. ഇപ്പൊ ഇന്നാള് സൗഭാഗ്യനെ
എന്തൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ മടിയിലിരുത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാദം ഇതിനിടയിലുണ്ടായിരുന്നു. സത്യത്തിൽ ഈ കുടുംബത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക്. ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ അവരുടെ ഫാമിലി ഒരു വലിയ ഫാമിലി ആയിരുന്നു. അവരുടെ ഫാമിലി താര കല്യാണിന്റെ ഹസ്ബൻഡ് രാജാറാം പെട്ടെന്ന് മരിക്കണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു മരിക്കാനുള്ള പ്രായമായ വ്യക്തി അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവര് അകാലത്തിൽ മരിച്ചു. പെട്ടെന്ന് അസുഖം വന്നു കൂടി, ഡെങ്കു ആയിരുന്നു, അങ്ങനെ മരിച്ചു അദ്ദേഹം. അതേപോലെ തന്നെ താര കല്യാണിന്റെ അമ്മ നമുക്കൊക്കെ അറിയുന്ന സുബലക്ഷ്മി എന്ന് പറഞ്ഞ ആ മലയാളത്തിലെ മുത്തശ്ശി, അവര് അതേപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് വയ്യാതെ ആവുന്നു, അവര് മരിക്കുന്നു. അങ്ങനെ ആ ഒരു ഫാമിലിയിലെ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നു. താര കല്യാണവും സൗഭാഗ്യവും ഒറ്റയ്ക്കായി പോകുന്നു. അർജുന്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗഭാഗ്യനെ വിവാഹം കഴിക്കുന്ന സമയത്ത് അർജുന്റെ ഫാമിലി വലിയൊരു ഫാമിലിയാണ്. അർജുന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടന്റെ വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. അങ്ങനത്തെ വലിയൊരു കുടുംബമായിരുന്നു അവര്. ഇവരുടെ വിവാഹത്തിന് ശേഷം കഴിഞ്ഞൊരു 5-6 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ കൊറോണ കാലത്ത് അർജുന്റെ അച്ഛൻ മരിക്കുന്നു, അമ്മ മരിക്കുന്നു, ഏട്ടന്റെ ഭാര്യ മരിക്കുന്നു. അങ്ങനെ ആ കുടുംബം ഒരു വലിയ ഒരു ക്രൈസിസിലൂടെ അല്ലെങ്കിൽ വളരെ വിഷമങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് അവർ ഇത്ര വർഷം ജീവിച്ചു വന്നത്. അപ്പൊ അവര് ഓരോ നിമിഷവും അതിജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കൊരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. നമ്മൾ ഒരുപാട് കാലം വിഷമിക്കും ഒരാളെ നഷ്ടപ്പെട്ടാൽ തന്നെ. അപ്പൊ ലൈഫിൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഒന്നിച്ച് മരിച്ചു പോവാന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കും. അപ്പൊ അവർ അത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ്. അതിന്റെ ഇടയിലാണ് അവർ ഈ ചെറിയ ചെറിയ വ്ളോഗ് ഒക്കെ ചെയ്തിട്ട് ഈ യൂട്യൂബിൽ ഇടുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് ഈ മോശം കമന്റുകൾ, അല്ലാതെ തന്നെ അവർക്ക് വിഷമിക്കാൻ ധാരാളം വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആളുകൾ കമന്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും അറിയുന്ന, അവരുടെ ഫാമിലിയെ കുറിച്ച് അറിയുന്ന ആരും അവരെ കുറിച്ച് ഇത്തരം മോശം കമന്റുകൾ ഇടില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കമന്റുകളൊക്കെ ഇടുന്നത് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ സീൻ കാണുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ഈ സൗഭാഗ്യ എന്ന് പറഞ്ഞാല് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുട്ടി തന്നെയാണ്. കാരണം സൗഭാഗ്യന്റെ അമ്മയാണെങ്കിൽ പണ്ടേ മലയാള സിനിമയിൽ നായികയൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ള വ്യക്തിയാണ് താര കല്യാൺ എന്ന് പറയുന്നത്. പിന്നെയും ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അവര്. സൗഭാഗ്യയുടെ അച്ഛൻ എന്ന് പറയുന്ന രാജാറാം നമ്മൾ ധാരാളം സീരിയലുകളിലൊക്കെ കണ്ടിട്ടുള്ള നടനാണ്. അദ്ദേഹത്തിന്റെ ദേശാടന പക്ഷി എന്നൊക്കെ പറഞ്ഞ സീരിയലൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടിരുന്നാൽ അത്രയും രസകരമായിട്ട് ചെയ്തിട്ടുള്ള സീരിയലുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലിയിലുള്ള, പിന്നെ നമ്മൾ ഈ സുബലക്ഷ്മി എന്ന് പറയുന്ന സൗഭാഗ്യയുടെ മുത്തശ്ശി മലയാളത്തിൽ എത്രയോ സിനിമകളിൽ നമ്മൾ ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള കുടുംബത്തില് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വളർന്ന കുട്ടിയാണ് സൗഭാഗ്യ. പക്ഷെ സൗഭാഗ്യ എന്ന് പറഞ്ഞാൽ അത്ര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഇപ്പോൾ സൗഭാഗ്യ വിവാഹം കഴിച്ച് അർജുന്റെ കൂടെ ജീവിക്കുന്നു. അർജുനാണെങ്കിലും അതേ ഇപ്പോൾ സീരിയലുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോഴും ആ കുട്ടി ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല. അത് അവരുടെ വീട്ടിൽ ഒരുപാട് പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൂച്ചേനെ വളർത്തുക, പക്ഷീനെ വളർത്തുക, അതിന് തീറ്റ കൊടുക്കുക, അങ്ങനെയൊന്നും അല്ല. വലിയ വലിയ ജീവികള്, വലിയ പോത്ത് അല്ലെങ്കിൽ പശു പോലുള്ള ജീവി, ആട് പോലുള്ള ജീവി, കുറേ തരം പട്ടികള്, പിന്നെ പൂച്ച, ചെറിയ ചെറിയ ജീവികള്, പക്ഷികള്, അതൊക്കെ ചെറിയ ലെവലല്ല, കുറേ എണ്ണം. അപ്പൊ ഇതിനെയൊക്കെ നോക്കുന്നത് ഇപ്പൊ അർജുൻ നോക്കും, ഈ പെൺകുട്ടി സൗഭാഗ്യം നോക്കും. പിന്നെ അവർക്ക് വളരെ വർഷങ്ങളായിട്ട് അവരെ കൂടെ ഉള്ള ഒരു സ്ത്രീ ഉണ്ട്, അവര് നോക്കും, ആശമ്മ എന്ന് പറഞ്ഞിട്ട് അവര് നോക്കും. അപ്പൊ അവരൊരു ഫാമിലി അത്ര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ആ കുടുംബം കൊണ്ടുപോകുന്ന കുട്ടിയാണ് സൗഭാഗ്യ എന്ന് പറയുന്നത്. ഇപ്പോ ആ കുടുംബത്തിൽ അത്രയും ലോസ് ഉണ്ടായി. സൗഭാഗ്യ എല്ലാരെയും ചേർത്ത് നിർത്തി, എല്ലാവരുടെയും സന്തോഷം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഏട്ടന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെ സൗഭാഗ്യ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തിയിട്ടാണ് ഇത്രയും കാലം പോയത്. ഇപ്പൊ ആ ഏട്ടൻ വേറെ വിവാഹം കഴിച്ചു. അവരെ അതേ സൗഭാഗ്യ സ്വന്തം ചേച്ചിയെ പോലെ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ആ കുടുംബം മുഴുവൻ ചേർത്ത് നിർത്തി പോകുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ടാണുള്ളത്. അതേപോലെ തന്നെയാണ് അവര് താര കല്യാണിനെയും കാണുന്നത്. അവർ ഓരോ വീക്കെൻഡിലും ഓരോ ദിവസങ്ങളിലും ഈ താര കല്യാണവും അവരുടെ ഫാമിലിയിൽ കൂടെ ചേരുന്നു. ആ വീട്ടിലൊരു മെമ്പറാണ്, ആ വീട്ടിലെ അമ്മ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഈ അർജുന്റെ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ടീച്ചറെ എന്ന് വിളിക്കണ്ടെങ്കിലും അവർ അമ്മ എന്ന് തന്നെയായിരിക്കും അർജുൻ കരുതുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഈ മോശം കമന്റ് ഇടുന്നതെന്ന് ഓർക്കണം. ഇപ്പൊ ഒരു അമ്മയും മകനുമാണത്. അമ്മയെ സ്നേഹത്തോടെ ഒരു മകനും ഉമ്മ വയ്ക്കുന്നു, അല്ലെങ്കിൽ സ്നേഹത്തോടെ കടിക്കുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ മോശം കമന്റ് ഇടും. അതേപോലെ തന്നെയാണ് ഇത് മരുമകൻ അമ്മായിയമ്മ ബന്ധമൊന്നുമല്ല. അവര് അമ്മയും മകനെയും പോലെ പെരുമാറുന്ന, അല്ലെങ്കിൽ അമ്മയും മകനെയും പോലെ മനസ്സിൽ വിചാരിക്കുന്ന
ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഈ മോശം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അർജുനെ അവർ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അർജുൻ അത്രയും നല്ല വ്യക്തി ആയതുകൊണ്ടും ആയിരിക്കും അവർ സൗഭാഗ്യ അർജുന് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുക. എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഒരു സെക്കൻഡ് മാരേജ് ആയിരുന്നു തോന്നുന്നു. എന്നിട്ട് പോലും അവരതിലൊന്നും ഒരു എതിർപ്പോ ഒന്നും ഇല്ലാതെ അവരത്ര നന്നായിട്ട് അർജുനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം അവർ അർജുനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവുക സൗഭാഗ്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിനെ കുറിച്ച് നമ്മൾ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുക, അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മറ്റുള്ളവരെ എത്രമാത്രം വിഷമിക്കും അല്ലെങ്കിൽ എത്രമാത്രം ബാധിക്കും, ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വെറുതെ പോയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വീഡിയോ അവരുടെ ഒരു സന്തോഷമുള്ള നിമിഷമാണത്. അവർ ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തോടെ പറഞ്ഞ എന്തോ ഒരു തമാശയുടെ ഭാഗമായിട്ട് ഇത് മുൻപും ഇതേപോലെ അർജുൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരുടെ ഒരു ബർത്ത്ഡേക്ക്, അർജുൻ്റെയോ അല്ലെങ്കിൽ താരാ കല്യാണിൻ്റെയോ ആരുടെ ഒരു ബർത്ത്ഡേക്ക് ഇതേപോലെ താരാ കല്യാണിന്റെ കൈ പിടിച്ച് കടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അവരത് സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ വ്യക്തികളും ഓരോ പോലെയല്ലേ സ്നേഹം പ്രകടിപ്പിക്കുക. ചില ആളുകളെ ഉപദ്രവിച്ച് അടിച്ച് ഒക്കെ സ്നേഹിക്കുന്ന, ദേഷ്യത്തോടു കൂടി അടിച്ചെന്നല്ല, എപ്പോഴും കാണുമ്പോഴേക്കും കൈയൊക്കെ പിടിച്ച് അമർത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു പ്രകൃതമാണെന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ഈ അർജുൻ എപ്പോഴും അതുപോലെ ചെയ്യുന്ന ഒരാളായിരിക്കും, വേദനിപ്പിച്ചിട്ടൊന്നും ആയിരിക്കില്ല, സ്നേഹത്തോടു കൂടെ ചെയ്യുന്ന ഒരാള്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഈ മോശമായിട്ടുള്ള മഞ്ഞ കണ്ണിലൂടെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരാളെ ഒറ്റൊരു റീൽസിലൂടെയോ അല്ലെങ്കിൽ ഒറ്റൊരു ഫോട്ടോയിലൂടെ ഒരിക്കലും വിലയിരുത്താൻ പോകരുത്. അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്ന കുറേയൊക്കെ നമ്മൾ എല്ലാം സത്യമാണെന്നല്ല, റീലും റിയലൊക്കെ വേറെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് അത് ഫേക്ക് ആണെങ്കിൽ നമുക്കത് ഇത്തിരിയെങ്കിലും തിരിച്ചറിയില്ല. അല്ല, അതൊരു നല്ല കറക്റ്റ് ആയിട്ടുള്ള ഫാമിലി ബോണ്ടിങ് ആണെന്ന് നമുക്കത് കണ്ടറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ അവരെ കുറിച്ചൊക്കെ ഇത്തരം മോശം കമന്റുകൾ അടിയിൽ പോയി ഇടുന്നതിന് മുൻപ് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ജീവിതമായിരിക്കില്ല ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ അങ്ങനെ കാണുന്നു നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മോശമായിട്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ കടിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വല്ല ഉദ്ദേശശുദ്ധിയും വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ഇത്തരം കമന്റുകൾ അടിയിൽ പോയിട്ട് ഇടരുതെന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.